മറ്റ് സർവകലാശാലകളുമായി കൈകോർത്തുകൊണ്ട് എയ്ഡ്സ് ഉൾപ്പെടെയുള്ളതിന് മരുന്ന് കണ്ടെത്തുവാനുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മുടെ സർവകലാശാലകളിൽ അത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഉണ്ടോ? അത്തരത്തിലുള്ള ഒരു സൂപ്പർ ബ്രെയിൻസ് നമുക്കുണ്ടോ? ഫെസിലിറ്റികൾ നമുക്കുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഈ പ്രോജക്റ്റുകൾക്കൊക്കെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതൊക്കെ കാരണം പലതും പാതി വഴിക്ക് വെച്ച് തന്നെ പലരും ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എങ്കിൽ പോലും നല്ല രീതിയിൽ പല യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ റിസർച്ച് സെന്ററുകളിലൊക്കെ അത്തരം പഠനങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ധാരാളം ഗവേഷണ റിപ്പോർട്ടുകൾ ഒക്കെ ഇന്ന് വരികയും ചെയ്യുന്നു. അല്ലാതെ ഇപ്പം ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നതിന് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കവാടങ്ങൾ ഉണ്ടാക്കുന്നതിന് തന്നെ കോടികൾ ചെലവഴിക്കുന്ന സർവകലാശാലകളാണ് നമുക്കുള്ളത്. അത് അഭിമാനമായി കാണുന്ന വൈസ് ചാൻസലർമാരാണ് നമുക്കുള്ളത്. ഇവിടെയൊക്കെ ഇത്തരത്തിലൊരു ലബോറട്ടറി ഉണ്ടാക്കി വെക്കാൻ വേണ്ടി എന്തുകൊണ്ടൊരു ശ്രമം നമ്മൾ എടുക്കുന്നില്ല? അത് തീർച്ചയായിട്ടും അത് ഓരോ വ്യക്തികളെ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് വലിയൊരു കവാടം ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിനകത്ത് പേരെഴുതി വയ്ക്കുക, അത് പ്രത്യേകിച്ച് ആ അധികാരികളെ സംബന്ധിച്ചുള്ള ഏതാണ്ട് ഒരു പ്രസ്റ്റീജ് ഇഫക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അതേസമയം ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കാനായിട്ട് പലരും വിമുഖതയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഒരു ദയനീയത എന്ന് വേണേൽ പറയാം. ശരി, ഡോക്ടർ